ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു അർജന്റീൻ സൂപ്പർ താരമായ തിയാഗോ അൽമേഡ വലിയ പ്രതീക്ഷകളോടുകൂടി അത്ലറ്റിക്കോ മാഡ്രിഡിൽ എത്തിയത്. ഒളിമ്പിക് ലിയോണിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. 21 മില്യൺ യൂറോയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തിൻ്റെ 50% റൈറ്റ്സിന് വേണ്ടി ചിലവഴിച്ചത്. ബാക്കി വരുന്ന 50% റൈറ്റ്സ് അത് ലിയോണിന് തന്നെ അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ പ്രതീക്ഷക്കൊത്ത് തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് അവസരങ്ങൾ കുറവായിരുന്നു. കേവലം 5 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. 500-ൽ പരം മിനിറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 ഗോളുകളും 1 അസിസ്റ്റും മാത്രമാണ് തിയാഗോ അൽമേഡ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താരം ഇപ്പോൾ അത്ലറ്റിക്കോ മാനേജ്മെന്റിനെയോ അതല്ലെങ്കിൽ പരിശീലകനെയോ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അൽമേഡയെ ഒഴിവാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അൽമേഡയ്ക്ക് പുതിയ ഒരു ക്ലബിന് ആവശ്യമായി വരികയാണ്. ബ്രസീലിയൻ ക്ലബ്ബായ ഗ്രിമിയോ അദ്ദേഹത്തിന് വേണ്ടി ഓഫറുമായി സമീപിച്ചിരുന്നു. ലോണിൽ കൊണ്ടുവരാനായിരുന്നു ഗ്രിമിയോ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൈവിടുന്നില്ല, മറിച്ച് സ്ഥിരമായി കൊണ്ട് വിൽക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അത്ലറ്റിക്കോ മാഡ്രിഡ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രിമിയോയുടെ ആ ഒരു ഓഫർ അത്ലറ്റിക്കോ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കും തിയാഗോ അൽമേഡയിൽ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 20 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ വിലയായിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കണ്ടുവച്ചിട്ടുള്ളത്. അതായത് 50% റൈറ്റ്സിന് വേണ്ടിയാണ് 20 മില്യൺ യൂറോ. ബാക്കിയുള്ള 50% അത് ലിയോണിന് തന്നെ അവകാശപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും അത്ലറ്റിക്കോയിലേക്കുള്ള അൽമേഡയുടെ പോക്ക് അതിപ്പോൾ നല്ല രൂപത്തിലല്ല കലാശിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് സ്ഥിരമായിക്കൊണ്ട് അവസരം ലഭിക്കുന്ന ഏതെങ്കിലും ക്ലബിലേക്ക് പോകണം, എന്നിട്ട് നല്ല രൂപത്തിലുള്ള ആ ഒരു പ്രകടനം പുറത്തെടുത്ത് തിരിച്ചു വരണം. അതാണ് അൽമേഡയുടെ ലക്ഷ്യം. കാരണം വേൾഡ് കപ്പ് അടുത്ത് വരികയാണ്. അർജന്റീന ടീമിൽ ഇടം ലഭിക്കണമെങ്കിൽ അദ്ദേഹം ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.